പുതിയ സ്വിഫ്റ്റാണ്. മേ ബി ഇത് സ്പോർട്സ് എന്ന പേരിലോ അല്ലെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ എന്ന പേരിലോ ആയിരിക്കും മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. ഈ ഒരു 2023 തന്നെ ഈ ഒരു വാഹനം വരുന്നുണ്ട് എന്നാണ് മാരുതിയുടെ ഒഫീഷ്യൽസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ ജിംനി വന്നതുകൊണ്ട് ആ ഒരു 1.5 ലിറ്റർ എഞ്ചിനായിരിക്കും ജിംനിയിൽ വരുന്നത്. ആ ഒരു സെയിം എഞ്ചിൻ ഈ ഒരു സ്വിഫ്റ്റിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടി ഫീലോടുകൂടി നമുക്ക് ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു ഹോട്ട് ഹാച്ച് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഫൺ ഫാക്ടറുള്ളൊരു വാഹനം എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും മാരുതി തന്നെ ഇറക്കാൻ പോവുക. അറിയില്ല, മാരുതി ആയതുകൊണ്ട് അറിയില്ല. ചിലപ്പോൾ ലിമിറ്റഡ് എഡിഷൻ എന്നുള്ള പേരിലായിരിക്കും ഒരു കോസ്മെറ്റിക് ഗിമ്മിക്സ് ഒക്കെ വെച്ചിട്ട് ഇറക്കാൻ പോകുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു ബോണറ്റിൻ്റെ ഏരിയയിലെല്ലാം ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്ത് സ്റ്റിക്കറിങ് വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബമ്പർ ലിപ്പൊക്കെ ആണെങ്കിലും കാണാൻ മനോഹരമുണ്ട്. വശക്കാഴ്ചയിലാണെങ്കിലും ആ ഒരു എലമെൻറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ്. കൂടാതെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിലും ആ ഒരു പുറത്തെ ആ ഒരു ഗിമ്മിക്കിനോട് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കോസ്മെറ്റിക്സിനോട് ചേർന്നിട്ടുള്ള ആ ഒരു എലമെൻറ്റാണ് ഡാഷ് ബോർഡിലും ആംറസ്റ്റിലും കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്കിൻ്റെയും ഒരു റെഡിഷിൻ്റെയും എലമെൻറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ബൈക്കിലേക്ക് വരുവാണെങ്കിലും ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ് വളരെ മനോഹരമായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. 01 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഒക്കെ വശക്കാഴ്ചയിൽ വളരെയധികം ആ ഒരു മനോഹാരിത വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ബ്ലാക്ക് എലമെൻറ്റിലുള്ള റൂഫും വളരെയധികം അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. സോ എന്താണ് ഈ ഒരു വാഹനം ഈ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം? സ്വിഫ്റ്റ് സ്പോർട്സ് വേണോ വേണ്ടയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.